പ്യുവർ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഡോർ ടു ഡോർ ഓരോ വീടുകളിൽ കയറി ഇറങ്ങി വിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. നിങ്ങൾ എത്ര പേരത് ചെയ്തിട്ടുണ്ട്? ഡോർ ടു ഡോർ സെയിൽസ്. എനിക്ക് പഠിക്കാനുള്ള പൈസ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ അഡീഷണലായിട്ട് ചെയ്തിരുന്ന വർക്കായിരുന്നു. ഞാൻ ആംവേ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. സോ ആംവേ ഡിസ്ട്രിബ്യൂട്ടർക്ക് ടീം ബിൽഡ് ചെയ്യാം. അതുകൂടാതെ ആംവേയുടെ പ്രോഡക്ട്സ് വീടുകളിൽ കയറി ഇറങ്ങി വിൽക്കാം. അപ്പോൾ ഒരു ചെറിയ മാർജിൻ നമുക്ക് കിട്ടും. കളിമൺ പാത്രമൊക്കെ വിൽക്കാൻ വരുന്ന ആൾക്കാരുടെ തലയിൽ അത് ചുമടായിട്ട് വെച്ചിട്ടാണ് അവർ വരുന്നത്. നമ്മൾ ഈ വരുന്ന ആൾക്കാരെ എല്ലാം എൻ്റർടൈൻ ചെയ്യാറുണ്ടോ? നമ്മൾ അവർക്കൊരു സെയിൽ നടന്നോട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്ന സാധനം അവർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ പൈസയുടെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ വാങ്ങിക്കാറുണ്ടോ? ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും. അതായത് ഒരു വീട്ടിൽ ഞാൻ ബാഗും തൂക്കി ചെല്ലുമ്പോൾ ആ വീട്ടിൽ അവർ പറഞ്ഞു ഗേറ്റ് തുറക്കരുത്, ഗേറ്റ് തുറന്നാൽ പട്ടി അഴിച്ചു വിടുമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ ഗേറ്റ് തുറന്നു പോയി, പട്ടി കഴിഞ്ഞു വന്നു, ഞാൻ ഓടി ഇറങ്ങി. സോ ഇത് എൻ്റെ ലൈഫിൽ വന്നൊരു വലിയ ബിറ്റർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ കണ്ട സെയിലിന് മുകളിലുള്ളൊരു സെയിലും ഇന്ന് ഇവിടെ ഇല്ല എന്ന് ചിന്തിക്കാനുള്ളൊരു ചങ്കൂറ്റം എനിക്കുണ്ട്. അതെനിക്ക് തന്നത് എൻ്റെ ജീവിതമാണ്. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട്, അതായത് ഞാൻ സെയിൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് സെയിൽസിലാണ്. സെയിൽസിൽ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. പ്യുവർ സെയിൽസ്, ഡോർ ടു ഡോർ സെയിൽസ് എന്ന് പറയും. പ്യുവർ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഡോർ ടു ഡോർ ഓരോ വീടുകളിൽ കയറി ഇറങ്ങി വിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. നിങ്ങൾ എത്ര പേരത് ചെയ്തിട്ടുണ്ട്? ഡോർ ടു ഡോർ സെയിൽസ്. ഇന്നത്തെ ജനറേഷൻ അത് ചെയ്യാൻ തയ്യാറാണോ? ഡോർ ടു ഡോർ സെയിൽസ് ചെയ്യാൻ തയ്യാറാണോ ഇന്നത്തെ ജനറേഷൻ? എനിക്ക് പറയാനുള്ളത്, ഡോർ ടു ഡോർ സെയിൽസ് ശരിക്കും ചെയ്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ സെയിൽസിൽ ഒരിക്കലും പരാജയപ്പെടേണ്ടി വരത്തില്ല. കാരണം അയാൾ ജീവിതത്തിൻ്റെ എല്ലാ മുഖങ്ങളും, അല്ലെങ്കിൽ സെയിൽസ് ജീവിതത്തിൻ്റെ എല്ലാ മുഖങ്ങളും അയാൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ കരിയർ ഡോർ ടു ഡോർ സെയിൽസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ പച്ചനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഞ്ചി തൂക്കി പിടിച്ച് അല്ലെങ്കിൽ ഒരു ബാഗ് തൂക്കി പിടിച്ചിട്ട് ഓരോ വീടുകളിലും കയറുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എനിക്ക് പഠിക്കാനുള്ള പൈസ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ അഡീഷണലായിട്ട് ചെയ്തിരുന്ന വർക്കായിരുന്നു. ഞാൻ ആംവേ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. സോ ആംവേ ഡിസ്ട്രിബ്യൂട്ടർക്ക് ടീം ബിൽഡ് ചെയ്യാം. അതുകൂടാതെ ആംവേയുടെ പ്രോഡക്ട്സ് വീടുകളിൽ കയറി ഇറങ്ങി വിൽക്കാം. അപ്പോൾ ഒരു ചെറിയ മാർജിൻ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്കൊരു വരുമാനവും. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ഞാൻ ഫേസ് ചെയ്തൊരു കാര്യം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. എന്തിനാണ് ഈ ഒരു കണ്ടൻറ്റ് അവതരിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിൽ ഡോർ ടു ഡോർ സെയിൽസ് ചെയ്ത് വരുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. ഡോർ ടു ഡോർ സെയിൽസ് അല്ലേ? വീട്ടിൽ സഞ്ചി തൂക്കി പിടിച്ചിട്ടും വലിയ ബാഗൊക്കെ തൂക്കി പിടിച്ച ഒരുപാട് ആളുകൾ വരാറുണ്ട്. ഒരു ഡിബ്ബകൾ വിൽക്കാൻ വേണ്ടി ആളുകൾ വരാറുണ്ട്. ചെറിയ ചെറിയ പാക്കറ്റിൽ സാധനങ്ങൾ വിൽക്കാൻ ആളുകൾ വരാറുണ്ട്. കളിമൺ പാത്രങ്ങൾ വിൽക്കാൻ ആളുകൾ വരുന്നുണ്ട്. കളിമൺ പാത്രമൊക്കെ വിൽക്കാൻ വരുന്ന ആൾക്കാരുടെ തലയിൽ അത് ചുമടായിട്ട് വെച്ചിട്ടാണ് അവർ വരുന്നത്. നമ്മൾ ഈ വരുന്ന ആൾക്കാരെ എല്ലാം എൻ്റർടൈൻ ചെയ്യാറുണ്ടോ? നമ്മൾ അവർക്കൊരു സെയിൽ നടന്നോട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്ന സാധനം അവർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ പൈസയുടെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ വാങ്ങിക്കാറുണ്ടോ? ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ അവരെ എൻ്റർടൈൻ ചെയ്യാറുണ്ടോ? എന്തുകൊണ്ട് എൻ്റർടൈൻ ചെയ്തുകൂടാ? കാരണം അവർ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആ ജോലി എന്താ പറയുക, അവർക്കൊരു നമ്മുടെ വീടിനകത്ത് നമുക്ക് ഡോറിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തരികയാണ്. നമുക്ക് എന്തുകൊണ്ട് അവരെ ഒന്ന് എൻ്റർടൈൻ ചെയ്തുകൂടാ? അല്ലെങ്കിൽ ഒന്ന് അവരുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ സാധനം വാങ്ങിക്കൂടാ? ഒരു 100 രൂപയുടെ സാധനം വാങ്ങാൻ പറ്റാത്ത ആരാ ഉള്ളത്? പക്ഷേ നമ്മൾ പൊതുവേ കണ്ടിരിക്കുന്നത്, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടത്, ഞാൻ കയറി ഇറങ്ങിയപ്പോൾ പല സ്ഥലങ്ങളിലും ചെന്നപ്പോൾ എൻ്റെ ലൈഫിൽ പച്ചനെ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി അഴിച്ചു വിടുന്ന അവസ്ഥ. അതായത് ഒരു വീട്ടിൽ ഞാൻ ബാഗും തൂക്കി ചെല്ലുമ്പോൾ ആ വീട്ടിൽ അവർ പറഞ്ഞു ഗേറ്റ് തുറക്കരുത്, ഗേറ്റ് തുറന്നാൽ പട്ടി അഴിച്ചു വിടുമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ ഗേറ്റ് തുറന്നു പോയി, പട്ടി കഴിഞ്ഞു വന്നു, ഞാൻ ഓടി ഇറങ്ങി. സോ ഇത് എൻ്റെ ലൈഫിൽ വന്നൊരു വലിയ ബിറ്റർ എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ നിന്നുണ്ടാവണ പ്രതികരണം എന്ന് വെച്ച് പ്രതികരിക്കാൻ പാടില്ല എന്നില്ല, പക്ഷേ ഇങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് ഈ ഭൂമിയിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ വീടുകളിൽ കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരെ ഒന്ന് എന്തെങ്കിലും വാങ്ങിച്ച് സഹായിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്തോരം പൈസ നമ്മൾ വെറുതെ കളയുന്നുണ്ട്. അവരെ സഹായിച്ചത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ? സോ ഇത് എനിക്ക് പ്രേക്ഷകരോട് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരുപാട് സെയിൽസ് ചെയ്യുന്ന ആളുകൾ ഇതിനകത്ത് ഈ കണ്ടൻറ്റ് കാണുന്നുണ്ടാവും. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിന് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചുകൂടാ?
ഈ നമ്മൾ ലോകം സുന്ദരമാകട്ടെ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്ന എല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ആശയങ്ങളോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. സോ ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്. ശരിക്കും അങ്ങനെ ബാഗ് തൂക്കി പിടിച്ച് വരുന്നവൻ്റെ മാനസിക ബുദ്ധിമുട്ടും മാനസികാവസ്ഥ എന്താണെന്ന് ശരിക്കും അറിയാവുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്ന് വെച്ച് ഞാൻ പരാജയപ്പെട്ടില്ല. ഞാൻ അയാളുടെ വീട്ടിൽ വാങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വീട്ടിലേക്ക് പോകാതിരിക്കുന്നില്ല, ഞാൻ അടുത്ത വീട്ടിൽ കയറി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളുടെ മാനസിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഒരുപാട് വേർത്ത് കുളിച്ചായിരിക്കും അവരവിടെ ചെല്ലുന്നത്. പക്ഷേ വീടുകളിൽ നിന്ന് മോശമായ പ്രതികരണം ഉണ്ടാകും. അപ്പോൾ അത് ചെയ്യരുത് എന്ന് ഞാൻ പറയുകയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ ഇതൊരു മാനുഷികപരമായി ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യം, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ കടകളില്ലേ, ചെറിയ പെട്ടിക്കട, ചെറിയ നാട്ടിൻ പുറത്ത് കാണുന്ന കടകൾ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? അവരെന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൂടാ? അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പല ഹോൾസെയിൽ കടകളിൽ നിന്നും സാധനങ്ങളെല്ലാം വാങ്ങി ഈ പറയുന്ന അവരുടെ ചെറിയ കടകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വിൽക്കുന്നത്. ഈ ചെറിയ കടക്കാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകണ്ടെന്നല്ല, പക്ഷേ സൂപ്പർ മാർക്കറ്റിലെന്ന് പറയുന്നത് ഇപ്പോൾ റിലയൻസ് പോലത്തെ വലിയ ഭീമൻ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ലുലു പോലത്തെ സൂപ്പർ മാർക്കറ്റിലായിരിക്കും നിങ്ങൾ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പക്ഷേ ചെറിയ കടക്കാരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്യുമുലേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന സാധനം തന്നെ മാറും. ഒരു പർട്ടിക്കുലർ കുറേ ബിസിനസ്സുകാരുടെ കയ്യിലേക്ക് പൈസ പോകാതെ എല്ലാവരിലേക്കും പൈസ ചെല്ലുന്നൊരവസ്ഥ. അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ? ചെറിയ കടകളിൽ ഉള്ളൊരു നന്മ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള ഈ ലോകത്തുള്ള സെയിൽസ്മാൻമാരോട്, ജീവൻ പണയം വെച്ച് സെയിലുണ്ടാക്കുന്ന സെയിൽസ്മാൻമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്ത് നിങ്ങൾക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എത്തിക്കാൻ പറ്റും. ഒരിക്കലും നിങ്ങൾ പുറകോട്ട് പോകരുത്. കാരണം ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യാത്ത സെയിൽസ് ജോബ് ഒന്നും തന്നെ ഇല്ല. ഡോർ ടു ഡോർ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തേങ്ങ വിറ്റിട്ടുണ്ട്. നമുക്ക് ചെറിയ മാർജിനിൽ നമുക്ക് പഠിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ എന്തെല്ലാം സെയിൽസിൽ ഇന്ന് ഏതൊരു മനുഷ്യൻ്റെ മുന്നിൽ ചെന്ന് നിന്നാലും എനിക്ക് പൂർണ്ണമായിട്ട് കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ആ സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. ഞാൻ കണ്ട സെയിലിന് മുകളിലുള്ളൊരു സെയിലും ഇന്ന് ഇവിടെ ഇല്ല എന്ന് ചിന്തിക്കാനുള്ളൊരു ചങ്കൂറ്റം എനിക്കുണ്ട്. അതെനിക്ക് തന്നത് എൻ്റെ ജീവിതമാണ്. നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകണ്ട. ഇന്ന് ഈ ലോകത്ത് നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ₹1 എടുക്കാനുണ്ടാവില്ല. നിങ്ങളുടെ മുന്നിൽ മോട്ടിവേഷനായിട്ട് ഒരു മനുഷ്യൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? സെയിൽസിലാണോ നിങ്ങൾ വർക്ക് ചെയ്യണേ? സിൻസിയറായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ജീവിതത്തിലെ ഓരോ തിക്ത അനുഭവങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? ഈ ലോകം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ വഴിമാറി നിൽക്കും. ഈ വരുന്ന ഓരോ ദിവസവും വരുന്ന ലോകത്ത് വരുന്ന ചേഞ്ചസും അപ്ഡേറ്റ്സിനും അനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ സിൻസിയറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തോളൂ. ഈ ലോകം നിങ്ങളുടെ മുന്നിൽ മാറി നിൽക്കും. ഇത് എൻ്റെ അനുഭവം വെച്ച് പറയണതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവും. നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് സൈനിങ് ഓഫ്.